മുനമ്പം പ്രശ്നം ഇന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരിക്കുകയാണ്. പല ചർച്ചകളിലും അഭിപ്രായങ്ങൾ ഉയരുന്നു, വഖഫ് നിയമം എടുത്തു കളയണമെന്ന്. എനിക്ക് അതിനോടുള്ള യോജിപ്പില്ല. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒന്നും തന്നെ ഭരണഘടനയ്ക്ക് അതീതമാകരുത് എന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. എല്ലാ നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കും. മുനമ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിടപ്പാടം വഖഫ് നിയമത്തിൽ പെടില്ല. കാരണം അവർ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഫറൂഖ് കോളേജിന് അവകാശപ്പെട്ടിരിക്കുന്ന ഭൂമി ഇവർക്ക് ആധാരം ചെയ്ത് കൊടുത്തിരിക്കുന്ന ഭൂമികളാണ്. ആയതിനാൽ തന്നെ വഖഫ് നിയമം അനുസരിച്ച് അവർക്ക് അവകാശപ്പെടാൻ പാടില്ല. വഖഫ് ഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ലാത്തതാണ്. ഇതിനെ അടിസ്ഥാനമാക്കി തന്നെ മുനമ്പം നിവാസികളുടെ ഭൂമി അവരുടേതാണ്. വഖഫ് ബോർഡിന് അവിടെ അവകാശം പറയാൻ യാതൊരു സാധ്യതയുമില്ല. എല്ലാവരും തന്നെ പറയുന്നുണ്ട്, മുനമ്പത്തെ ജനങ്ങളെ ഒന്ന് കുടിയിറക്കേണ്ട ആവശ്യം പറ്റില്ല, കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതാണെന്നെങ്കിൽ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നീണ്ടു പോകുന്നു? ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമി വാങ്ങിച്ചത് വിയർപ്പിന്റെ ഫലമല്ല, രക്തത്തിന്റെ ഫലമാണ്. അവിടെയുള്ള നിവാസികൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കാർന്നവന്മാര് വെളുപ്പിയം കാലത്ത് കടലിൽ മുങ്ങി, ആഴക്കടലിൽ മുങ്ങി കക്ക വാരി സമ്പാദിച്ചിട്ടുള്ള തുക കൊടുത്താണ് ആ ഭൂമി വാങ്ങിച്ചതെന്ന്. കക്ക വാരുമ്പോൾ അവിടെ കയ്യൊക്കെ മുറിയാറുണ്ട്, രക്തം പൊടിയാറുണ്ട്. ആ ഉപ്പ് വെള്ളത്തിൽ ആ മുറിപ്പാടുകളൊക്കെ വെച്ചുകൊണ്ട് അവര് കഷ്ടപ്പെട്ട് കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അധ്വാനിച്ചുവെങ്കിൽ അധ്വാനത്തിന്റെ ഫലമായിട്ട് അവരെ ഭൂമി വാങ്ങിച്ചെങ്കിൽ അത് രക്തത്തിന്റെ വിലയുടെ ഭൂമിയാണ്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. പലയിടത്തും പറയാറുണ്ട് അവരെ കുടിയിറക്കില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരിടത്തും പറഞ്ഞാൽ പോരാ, ആ നിയമപരമായിട്ട് അവർക്ക് സംരക്ഷണം കൊടുക്കും. ഇവിടുത്തെ പ്രശ്നം വഖഫ് ബോർഡും മുൻപത്തെ ജനങ്ങളും തമ്മിലല്ല. ഫറൂഖ് കോളേജ് ഇവർക്ക് പണം വാങ്ങിച്ച് തീരാധാരം കൊടുത്തുവെങ്കിൽ വഖഫ് ഭൂമി ആയിരുന്നുവെങ്കിൽ അത് വഖഫ് ബോർഡ് യുദ്ധം ചെയ്യേണ്ടത്, നിയമ പോരാട്ടം നടത്തേണ്ടത് ഈ പാവപ്പെട്ട ജനങ്ങളോടല്ല, അവർക്ക് വിറ്റ ഫറൂഖ് കോളേജിനോടാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ നമ്മുടെ കേരള ഗവൺമെന്റിന് അത് സാധിക്കും. കാരണം അവരുടെ റവന്യൂ അവകാശങ്ങൾ റദ്ദ് ചെയ്തതാരാണ്, സ്റ്റേ ചെയ്തതാരാണ്? അത് ഗവൺമെന്റാണ്. എങ്കിൽ ഗവൺമെന്റ് തന്നെ അത് പുനഃസ്ഥാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമാകും. ആഴ്ചകളായി ആ പാവപ്പെട്ട ജനത ജോലിക്കൊന്നും പോകാതെ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? അവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അവർക്ക് സമരം ചെയ്യുകയാണ്, ഗവൺമെന്റിനോട് ചെയ്യുക. ആയതിനാൽ ഗവൺമെന്റ് അവരോട് നീതി പുലർത്തണം. എത്രയും വേഗം അവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. അവിടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം. ഇത് ചർച്ച ചെയ്ത് ഒരുപാട് വഷളാകുന്നുണ്ട്. പലർക്കും ഭയം ഇതൊരു വർഗീയമായിട്ടുള്ള ചേരിതിരിവിന് അവസരം കൊടുക്കുമോ എന്നുള്ളതാണ്. എനിക്കൊന്നാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുൻപത്തെ പ്രശ്നം ചർച്ച ചെയ്യുകയും ആ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. നമ്മളിപ്പോ അവരുടെ ആ നല്ല മനസ്സിനെ സ്വാഗതം ചെയ്യുക, എന്നിട്ട് അവരെ ഒരു മേശയ്ക്ക് ചുറ്റും കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടി തീരുമാനം എടുക്കുക. ഇതാണ് വേണ്ടത്. മറിച്ച് അനാവശ്യമായ ചർച്ചകളും ഈ ചാനൽ ചർച്ചകളിലൊക്കെ പലരുടെയും സംസാരം, ഭാഷകൾ കൈവിട്ടു പോകുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതൊരു നിയമത്തിന്റെ പ്രശ്നമാണ്. ആ നിയമം മുൻപത്തെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അവർ പണം കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു ഭൂമി ഒരിക്കലും വഖഫാകില്ല. ഈ ഒരു സാഹചര്യം മുതലെടുക്കാൻ വേണ്ടി പലരും രംഗത്ത് വരുന്നുണ്ട്. ഇപ്പൊ മുൻപത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളും പിന്നെ പല സംഘടനകളും ക്രിസ്തീയ സമൂഹങ്ങളും പല രൂപതകളും സന്യാസ സമൂഹങ്ങളും ഒക്കെ ചെല്ലുന്നുണ്ട്. അതൊക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാൽ അവരെ സഹായിക്കുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്നത് വളരെ സ്വാഗതാർഹമാണ്. അത് അഭിനന്ദനാർഹമാണ്. പിന്നെ ഒരു സംശയമുണ്ട്,
പലരും ചോദിക്കാറുണ്ട്, പലരും അങ്ങോട്ട് കടന്ന് ചെല്ലുന്നത് വേറെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടാണോ? വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്കും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എനിക്കുള്ള ഒരു അപേക്ഷ, മുൻപത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ കിടപ്പാടം, അവരുടെ പൂർവികര് കഷ്ടപ്പെട്ട് പണം കൊടുത്ത് വാങ്ങിച്ച ആ പുരയിടങ്ങൾ, അവരിതിനുള്ള റവന്യൂ അവകാശങ്ങൾ അവർക്ക് സ്ഥാപിച്ചു കൊടുക്കണം. അതിന് തടസ്സം നിൽക്കാതെ മറ്റ് പ്രശ്നങ്ങളൊക്കെ നിയമപരമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. ഈ പാവം ജനതയെ അതിൽ നിന്നേക്ക് മോചിപ്പിക്കുക. നിയമം പോരാട്ടം നടത്തേണ്ടത് വഖഫ് ബോർഡും ഫറൂഖ് കോളേജുമാണ്. അതിനിടയിൽ ഈ ജനങ്ങളെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല.